കർത്താവായ ഈശോയിൽ പ്രിയ ദൈവമക്കളെ, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. സങ്കീർത്തനം 139:3. ദൈവം സകല രഹസ്യവും അറിയുന്നു. നടപ്പും കിടപ്പും പോകുന്ന വഴികളും ദൈവം അറിയുന്നു. പലരുടെയും ജീവിത രഹസ്യങ്ങൾ പരസ്യമായാൽ അവരുടെ സൽപ്പേരും പ്രശസ്തിയും മാത്രമല്ല, ജീവിതം തന്നെ തകർന്നു പോകും. എന്നാൽ സങ്കീർത്തനക്കാരൻ നിരാശനല്ല. രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ തനിക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു. സകലവും അറിയാവുന്ന ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നത്. ഗഹേസി നാമാന്റെ പക്കൽ നിന്ന് കോഴ വാങ്ങിയത് ദൈവാത്മാവ് എലീശ പ്രവാചകനെ അറിയിച്ചു. ഫരിസേയർ മനസ്സിൽ ചിന്തിക്കുന്നത് യേശു ഹൃദയത്തിൽ ഗ്രഹിക്കുമായിരുന്നു. അനന്യാസും സഫറിയായും പണത്തിന്റെ ഒരു ഭാഗം ഒളിച്ചു വെച്ചത് ദൈവാത്മാവ് പത്രോസിന് അറിവ് കൊടുത്തു. നമ്മുടെ സകല രഹസ്യവും ദൈവം അറിയുന്നു. നമ്മുടെ ചിന്തകൾ പോലും ദൈവം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ലജ്ജയും ഭയവും തോന്നിയേക്കാം. നാം നിരാശപ്പെട്ട് ഭയപ്പെടണമോ? വേണ്ട. ദൈവകൃപയിൽ പ്രത്യാശയ്ക്ക് മാർഗമുണ്ട്. നമ്മുടെ തെറ്റായ ചിന്തകളെയും പ്രവൃത്തികളെയും വെറുക്കുകയും അതിൽ നിന്ന് വിടുതൽ നേടുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഹൃദയമുണ്ടെങ്കിൽ അത് മനുഷ്യർ അറിയുകയില്ല. എന്നാൽ ദൈവം അതറിയുന്നു. നാം ചെയ്യുന്ന തെറ്റുകളെ ഇഷ്ടപ്പെടാത്ത ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ആ രഹസ്യ സ്വഭാവം ദൈവം അറിയും. നമ്മുടെ ഹൃദയം വിശുദ്ധിക്കായി ഉഴറുന്നുണ്ടെങ്കിൽ ദൈവ മുമ്പിൽ നാം ലജ്ജിതരാവുകയില്ല. ദൈവം നമ്മെ പൂർണ്ണമായി അറിയുന്നതിനാൽ നമുക്ക് ധൈര്യപ്പെടാം. ഭാഗികമായി മാത്രം നമ്മെ മനസ്സിലാക്കുന്ന മനുഷ്യരുടെ വിധിയിൽ നാം നിരാശപ്പെടരുത്. ദൈവം നമ്മുടെ രഹസ്യം അറിയുന്നതിനാൽ നമുക്ക് ധൈര്യപ്പെടാം. മനുഷ്യർ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അറിയുന്നു. ദൈവം ആന്തരിക മനസ്സിനെ അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന ദൈവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. IMS അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.